ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ ആകെ പേടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സമാധാനപ്പെടുത്താൻ വേണ്ടിയും എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി നമ്മുടെ ചിപ്പി ചോദിക്കുകയാണ്, അമ്മ എന്താ അമ്മ കരയുന്നത്, അമ്മ എന്താ എന്നോടൊന്നും മിണ്ടാത്തത്, അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്കാകെ സങ്കടം തോന്നുന്നു, എന്നോട് അമ്മ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടില്ലല്ലോ, എന്താ അമ്മ പറ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇഷിത ഒരക്ഷരം പോലും അവിടെ മിണ്ടുന്നില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മേ പറ അമ്മേ, അമ്മയെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ, പറ അമ്മേ. അപ്പം ഇങ്ങനെ ചിപ്പി മോള് കരയുന്ന ശബ്ദം കേട്ട് നമ്മുടെ മഹേഷ് ഓടി വരികയാണ്. അയ്യോ മോളെ എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്, അമ്മ എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ, അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് ഡാഡി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹേഷ്, ഇഷിത എന്താ പറ്റിയത് ഇഷിത, എന്തിനാ കരയുന്നത്, ദേ ഡാഡി അമ്മയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഡാഡി, ആരെങ്കിലും വഴക്ക് പറഞ്ഞോ, ആ അപ്പയായിരിക്കും വഴക്ക് പറഞ്ഞത്, അപ്പ എപ്പോഴും കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ് എൻ്റെ അമ്മയുടെ ഒപ്പം, ദേ ഡാഡി എത്രയും പെട്ടെന്ന് ആ അപ്പയെ പറഞ്ഞു വിട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് കാലി വരികയാണ്. ഇങ്ങനെ ഇവരെ വിട്ടാൽ ശരിയാവില്ലല്ലോ, പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ് അവരെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് എണീക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത കൈ കയറി പിടിക്കുകയാണ്. വേണ്ട മഹേഷേ വേണ്ട, എന്നെ ആരും വഴക്ക് പറഞ്ഞിട്ടില്ല, എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, മഹേഷ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്, ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, പിന്നെ എന്താ പറ്റിയത്, അത് പിന്നെ എനിക്ക് പേടിയാവുന്നു മഹേഷേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടോ താൻ എന്തിനാണ് വെറുതെ മനസ്വിനെ കാണാനായിട്ട് പോയത്, മനസ്വിനെ കാണാൻ പോയോണ്ടിട്ടല്ലേ തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ സങ്കടപ്പെടാനുള്ള കാരണം, താൻ എന്തിനിങ്ങനെ പേടിക്കുന്നത്, ദേ തനിക്കൊരു കുഞ്ഞിന് ഒരാപത്തും പറ്റില്ലടോ, ഇതൊക്കെ തൻ്റെ വെറും ചിന്തയാണ്. ഇത് കേട്ട ചിപ്പിയാണെങ്കിൽ എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റാൻ പോകുന്നത്, എൻ്റെ കുഞ്ഞാവയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ കുഞ്ഞാവയ്ക്ക് ഒന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇഷിതയാണെങ്കിൽ മോളെ നിൻ്റെ കുഞ്ഞാവിനെ എനിക്ക് തരാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല മോളെ. അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ ചിപ്പി വീണ്ടും ഞെട്ടിപ്പോവാണ്. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതാമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ കുഞ്ഞാവെ എനിക്ക് വേണം കേട്ടോ അമ്മേ, എൻ്റെ കുഞ്ഞാവിനെ ഉറപ്പായിട്ട് എനിക്ക് വേണം, പറ അമ്മയോട് ആരെന്താ പറഞ്ഞത്, എന്താണെങ്കിലും എന്നോട് പറ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹേഷ്, ഇഷിത ഇതൊക്കെ തൻ്റെ വെറും തോന്നലാണ്, താൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, തനിക്കിങ്ങനെ ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ തനിക്ക് പലതും സംഭവിക്കും, താനിപ്പോൾ ഡിപ്രഷനിലാണ്, അതെനിക്ക് മനസ്സിലായി, തനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതേ മഹേഷേ എന്നെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവാമോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് എടോ തനിക്ക് എന്താണോ തനിക്ക് സംഭവിച്ചത്, താനിങ്ങനെ ടെൻഷൻ ആവാൻ വേണ്ടി മാത്രം ഒന്നും പറ്റിയിട്ടില്ല, താൻ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ടാണ് മനസ്സിങ്ങനെ വിഷമിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട ചിപ്പിയാണെങ്കിൽ എന്താണെന്ന് പറ ഡാഡി, അതെ അമ്മയ്ക്കൊന്നുമില്ല, മോള് പൊയ്ക്കോ, ഡാഡി അമ്മയോടൊന്ന് സംസാരിക്കട്ടെ, അതിന് ശേഷം മോളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയെ പറഞ്ഞു വിടുക. അപ്പോൾ ചിപ്പിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ്. കണ്ടല്ലേ, ചിപ്പി വരെയും കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നുണ്ട്. താനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയത്. താനിങ്ങനെ ടെൻഷൻ ആവല്ലേ ഇഷിത. അപ്പോൾ ഇഷിതയാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മഹേഷേ, എൻ്റെ മനസ്സിപ്പോൾ ഇവിടെയെങ്ങും അല്ല, എനിക്ക് ഒരു കുഞ്ഞിൻ്റെയും മുഖം ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല, ഞാൻ എത്രയെത്രയോ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, പ്രസവിച്ച് വീണ ഉടനെ തന്നെ ഞാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു കുഞ്ഞിൻ്റെ മുഖം പോലും എനിക്ക് മനസ്സിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കാനായിട്ട് പറ്റുന്നില്ല, എല്ലാവരുടെയും മുഖം എനിക്ക് മാഞ്ഞു പോകുന്നത് പോലെയാണ് തോന്നുന്നത്, അതേപോലെ എൻ്റെ കുഞ്ഞിനും എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലേക്ക് വന്നുദിച്ച് കയറുകയാണ് മഹേഷേ എന്ന് പറയാണ്. പക്ഷേ മഹേഷിന് ഇതെല്ലാം കേട്ടിട്ടാകെ പേടിയും തോന്നിയ മഹേഷാണെങ്കിൽ ഇഷിതയെ ചേർത്ത് പിടിക്കുകയും ചെയ്യാണ്. ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാമനെയും അതേപോലെ തന്നെ സ്വപ്നവല്ലിയാണ്. അപ്പോൾ സ്വപ്നവല്ലിയാണ് ഈ ചോദിക്കുകയാണ്, ഇത് എന്ത് പറ്റി ചിപ്പിമോൾക്ക്, ചിപ്പിമോളാണെങ്കിൽ കരഞ്ഞിട്ട് ഓടിപ്പോവുകയും ചെയ്തു, ഇഷിതയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചെന്നും പറയുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കണം. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴാണ് അതേ മഹേഷ് വരുന്നത്. അപ്പോൾ മഹേഷിനോട് ചോദിക്കണം, എന്താ പറ്റിയത്, ഇഷിതയ്ക്ക് എന്താ സംഭവിച്ചത്, കുഞ്ഞാണെങ്കിൽ കരഞ്ഞിട്ട് ഓടിപ്പോകുന്നത് കണ്ടല്ലോ, നീ എന്താ അവളെ ഓടിച്ചോ, അതെ ഞാനാ ചിപ്പിയോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞത്, എന്തിന്. അപ്പോൾ ഇതെല്ലാം മഞ്ജിമ കേട്ടോണ്ട് നിൽക്കുക. എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, വരട്ടെ അങ്ങനെ വരട്ടെ, അവളുടെ ഒരു ഗർഭം എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ ഇങ്ങനെ പ്രാകുക. അപ്പോൾ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിതയ്ക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്, അവൾ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡിപ്രഷനോ, എന്തൊക്കെയാ മഹേഷ് ഈ പറയുന്നത്, അതെ ഈ പ്രഗ്നൻസി സമയത്തെ ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഡിപ്രഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്, പിന്നെ പ്രസവം കഴിഞ്ഞാലും ഡിപ്രഷന് വരാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കും പോകും, ഇതെല്ലാം
നമ്മുടെ ചിപ്പിയും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താടാ ഇഷിതയ്ക്ക് എന്താ സംഭവം? ഇഷിതയുടെ മനസ്സ് അങ്ങനെ ആരാ വേദനിപ്പിച്ചത്? എല്ലാത്തിനും ഒരു കാരണക്കാരി ഇവിടെ മഞ്ജിമേച്ചി തന്നെയാണ്. മഞ്ജിമ ഞെട്ടിപ്പോവുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. മഞ്ജിമേച്ചി തന്നെയാണ്. അവരിവിടെ ഉള്ളിടത്തോളം കാലം ഇഷിതയ്ക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അവരോട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയണം. എന്തിനാണ് ഇഷിതയുടെ പിന്നാലെ നടക്കുന്നത്? അവൾ എന്തിനാണ് സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ മഹേഷ് ചോദിക്കുകയാണ്. അവളെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഇപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലിയാണെങ്കിൽ ദൈവം എന്തെല്ലാമാണ് ദൈവമേ കേൾക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഇഷിതയെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്യരുത്. അവളുടെ ഇഷ്ടം എന്താണോ അതേപോലെ തന്നെ വേണം നടക്കാനായിട്ട്. അവൾ മനസ്സമാധാനത്തോടെ ഇരിക്കട്ടെ. ഇപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് ആ കുഞ്ഞിനെ കിട്ടുമോ ഇല്ലെന്നൊക്കെ അവളൊരു പേടിയോട് കൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിപ്പി ഓടി വരികയാണ്. ഡാഡി, മമ്മിക്ക് എന്താ പറ്റിയത്? മമ്മിയുടെ അസുഖം എന്താണ്? മമ്മിക്ക് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? പാറ ഡാഡി. അപ്പോൾ ഇല്ല മോളെ, മമ്മിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ കേട്ടല്ലോ മമ്മിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ഡാഡി പറയുന്നത് കേട്ടല്ലോ. എന്താ ഡാഡി, എന്താ പ്രശ്നം? ഇല്ല, എനിക്ക് എൻ്റെ കുഞ്ഞാവിനെ വേണേ. എൻ്റെ കുഞ്ഞാവയ്ക്ക് ഒരാപത്തും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി ഓടിക്കരഞ്ഞുകൊണ്ട് വാതിലടക്കുക. അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ അവളുടെ മാനസികാവസ്ഥ മാറിയത് കണ്ടില്ലേ? ഇതാ പറഞ്ഞത്, അവളെ വേദനിപ്പിക്കുന്നത് പോലെയൊന്നും ഇവിടെ ആരും പെരുമാറാൻ നിൽക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുടുംബത്തിലാകെ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞ് മഹേഷ് പോവുകയാണ്. മഹേഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിയാണെങ്കിൽ എൻ്റെ പഴനി ആണ്ടവനെ ഒരു സന്തോഷം വന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സങ്കടമാണല്ലോ നീ തരുന്നത്. ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ആദിയെ കാണിക്കണം. അപ്പോൾ ആദ്യ റൂമിലേക്ക് കയറിയപ്പോഴേക്കും ആദിയുടെ ഫോൺ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചിപ്പി, എന്താ ചിപ്പി വിളിച്ചത്? അതെ ആദിയേട്ടാ, ഞാൻ ഭയങ്കര സങ്കടത്തിൽ ആദിയേട്ടാ എന്ന് പറയാ. സങ്കടോ നിനക്കോ? ഇപ്പം സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അവിടെ മുഴുവൻ സന്തോഷമല്ലേ, പിന്നെ നിനക്കെന്തിനാ സങ്കടം? ആദ്യേട്ടാ, അമ്മയ്ക്ക് എന്തോ സംഭവിച്ചോ ആദ്യേട്ടാ? ഇഷിതാമ്മയ്ക്കോ? ഇഷിതാമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നീ എന്തൊക്കെയാ പറയുന്നത് ചിപ്പി? ആദ്യേട്ടാ, എൻ്റെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നു ഡിപ്രഷനാണ് എന്നൊക്കെയാ പറയുന്നത്. ഡിപ്രഷനോ? അതെന്താ ഇഷിതാമ്മയ്ക്ക് ഡിപ്രഷൻ വരാനുള്ള കാരണം? അവിടെ അമ്മയുടെ കുഞ്ഞിനെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇത് കേട്ട ചിപ്പി ആകെ ഞെട്ടിപ്പോവാണ്. എന്താ, മഞ്ജിമപ്പച്ചിയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അങ്ങനെ വല്ല സംഭവങ്ങൾ ഉണ്ടായോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ആദ്യേട്ടാ. ആദ്യേട്ടന് അപ്പോൾ ഈ ഡിപ്രഷനെ കുറിച്ചൊക്കെ അറിയാവോ? എൻ്റെ ക്ലാസ്സിലെ ഇതേപോലൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മയും പ്രഗ്നൻ്റ് ആയപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി മരിച്ചുപോയി. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കര ഡിപ്രഷൻ ബാധിച്ചു എന്ന്. അങ്ങനെ അവനാ എന്നോട് പറഞ്ഞത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചിപ്പിക്കാകെ പേടി തോന്നുകയാണ്. ആദ്യേട്ടാ, അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിക്കോ ആദ്യേട്ടാ? എനിക്ക് പേടിയാവുന്നു ആദ്യേട്ടാ. പേടിക്കണ്ട ചിപ്പി മോളെ, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നീ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകണം ആദ്യേട്ടാ. ആദ്യേട്ടൻ ഇങ്ങനെ പറയുന്ന നേരം കൊണ്ട് ആദ്യേട്ടന് ഇവിടം വരെ ഒന്നും വരാൻ പാടില്ലേ? വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ആദ്യേട്ടനും കൂടി അമ്മയെ ആശ്വാസപ്പെടുത്താലോ. ആദ്യേട്ടൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് വളരെയേറെ ആശ്വാസമാകും എന്ന് പറയാം. അപ്പം ഇത് കേട്ടപ്പോഴേക്കും ആദ്യം ഒന്നും മിണ്ടാൻ നിൽക്കുക. എന്തിനാണ് ആദ്യേട്ടാ? പ്ലീസ് ആദ്യേട്ടാ. ആദ്യേട്ടൻ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരുടെയും കളിയും ചിരിയും വർത്തമാനമൊക്കെ കാണുമ്പോൾ അമ്മയുടെ മനസ്സ് പതിയെ പതിയെ മാറും. അപ്പോൾ അമ്മ ആകെ സന്തോഷത്തിലാണ്. ഇത് കേട്ട ആദ്യമാണെങ്കിൽ നീ അത് പറഞ്ഞതിൽ സത്യമുണ്ട് ചിപ്പിമോളെ. ശരി, ഞാൻ ഏതായാലും വരാം. പക്ഷേ ആദ്യേട്ടൻ്റെ അമ്മ വിടുമോ എന്ന് ചോദിക്കുമ്പോൾ, മമ്മി വിടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആരെന്തൊക്കെ എതിർത്താലും ഈ ആദ്യം അവിടെ വരണമെന്ന് വിചാരിച്ചാൽ വരും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മുടെ ആദിയും അതേപോലെ തന്നെ ഈ ആകാശും രചനയും കൂടി കാറിൽ വന്ന് ഇറങ്ങുക. അപ്പോൾ രചന ചോദിക്കുകയാണ്, ഇതെന്താ മഹേഷിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ആദ്യം കൊണ്ട് ആക്കണ്ടേ? ദേ അങ്ങോട്ട് നേരെ നോക്കിയേ, അതാണ് മഹേഷിൻ്റെ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിലേക്ക് ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അതെന്താ അങ്ങനെ ചെയ്ത്? അവിടെ കൊണ്ടേ വണ്ടി നിർത്താറുന്നല്ലോ രചനേ. എന്നെ അവിടെ പലവർക്കും അറിയാം. പിന്നെ ഞാൻ അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ മുഴുവനും പരത്തും. എന്തിനാണ് വെറുതെ ഒരു പ്രശ്നത്തിന് ഒരുങ്ങുന്നത്? ആദിക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ആദ്യമാണെങ്കിൽ സാരമില്ല, ഞാൻ നടന്നു പോയിക്കോളാന്നേ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രചനയാണെങ്കിൽ, അല്ല ഈ ആകാശിന് എങ്ങനെ ഇങ്ങനെ മാറ്റമൊക്കെ സംഭവിച്ചത്? എന്താ പെട്ടെന്നൊരു മാറ്റം? അല്ല, എനിക്കറിയാൻ പാടാനായിട്ട് ചോദിക്കാം. ഞാൻ മാറി രചന. ഇനി ആദിയുടെ ഒരു കാര്യത്തിന് ഞാൻ എതിരെ നിൽക്കില്ല. അവൻ്റെ ആഗ്രഹം എന്താണോ
അത് സാധിച്ചു കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. ഇനി അവൻ എന്തു പറഞ്ഞാലും ഞാൻ അതേപോലെ അനുസരിക്കും. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. അപ്പം ഇത് കേട്ട രചനയാണെങ്കിൽ അപ്പം ആദിയുടെ കാര്യമൊക്കെ സാധിച്ചു കൊടുക്കാനായിട്ട് ആകാശിന് സമയമുണ്ട്. പക്ഷേ എന്നെ മാത്രം ആരും പരിഗണിക്കുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നില്ല. കിടന്ന് നിലവിളിക്കണ്ട, ഇനി നാട്ടുകാരെ മുഴുവനും കൂടി അത് കേൾപ്പിക്കണ്ട. ചിപ്പിയുടെ കാര്യമല്ലേ, അതിന് ചിപ്പിയെ വേണമെന്നും പറഞ്ഞുകൊണ്ട് നീ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കാത്ത കാര്യമാണ്. ചിപ്പിയെ നമ്മുടെ കൂട്ടത്തിൽ എങ്ങനെ കൂട്ടാനാ? അത് ആ കൊച്ചും കൂടി വിചാരിക്കണ്ടേ. പിന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അല്ല, ഇപ്പം ഇഷിതയ്ക്കൊരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവുമല്ലേ ആകാശേ, അപ്പോൾ പിന്നെ ചിപ്പിയെ എനിക്ക് വിട്ടു തന്നൂടെ? അതിന് ആ പേരും പറഞ്ഞുകൊണ്ട് കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ചിപ്പി പറയണ്ടേ എനിക്ക് മമ്മിയോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന്? ചിപ്പി പറയാണ് എനിക്ക് ഡാഡിയോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അതിലാണ് പ്രസക്തിയുള്ളത്, അല്ലാതെ വേറൊന്നും അല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. നമുക്ക് നോക്കാൻ വഴിയുണ്ടോയെന്ന്. മോനെ ആദി, നീ പോയിക്കോ. അപ്പോൾ ആദിക്ക് ചിപ്പിയുടെ കോള് വരികയാണ്. ആ ചിപ്പി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ കണ്ടോ, അവനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇപ്പം തന്നെ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പാ, അവനെ കൊണ്ട് പോകും. അവർ വേണമെങ്കിൽ പൊയ്ക്കോട്ടേന്നേ, അതിനെന്താ പ്രശ്നം? അല്ല, ഇത് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു. ആദിയുടെ മുന്നിൽ കിടന്ന് ആകാശ് അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ ഇത് ഒറിജിനലാണോ? ഒറിജിനൽ തന്നെയാണ്. എൻ്റെ മനസ്സ് ശരിക്കും മാറി. ഞാനിപ്പോൾ ആദിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവനോട് കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥതയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്ക് മഹേഷിനെയും ഇഷിതയെയും അവരോട് വൈരാഗ്യം വീട്ടേ മതിയാവുള്ളൂ. കാരണം മഹേഷ് വന്ന് പറഞ്ഞില്ലേ ഞാൻ ആകാശിനെ ചീറ്റ് ചെയ്യുകയാണെന്ന്. അതെനിക്കൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് വൈരാഗ്യം ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ രചന വണ്ടി കയറുക. അപ്പോൾ ആകാശിന് കാര്യം മനസ്സിലായി. ഹെടി രചനെ, നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം. ഈ ആകാശിനോടാണോ നിന്റെ ഡ്രാമ? അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആകാശം വണ്ടിയിലേക്ക് കയറുക. ഈ സമയം ചിപ്പി അവിടെ ഇങ്ങനെ സെറ്റിലിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് ചെന്നിട്ട്, മോളെ ചിപ്പി, നീ എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? പിന്നെ ആദിയേട്ടനെ കാത്തിരിക്കുകയാണ്. ആദി വരുന്നുണ്ടോ? അതേതായാലും കൊള്ളാലോ. അല്ല, ആദിയെ മോള് വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരാത്തതാണല്ലോ. എന്തെങ്കിലും കാരണമില്ലാതെ ആദ്യം ഇങ്ങോട്ട് വരില്ല. മോൾ എന്താ ആദിയോട് പറഞ്ഞത്? അത് പിന്നെ പറ, ഡാഡിയോട് സത്യം പറ. ആദിയോട് എന്താ പറഞ്ഞത്? അത് പിന്നെ മമ്മിയുടെ കാര്യം പറഞ്ഞല്ലേ? അത് പിന്നെ മമ്മിയുടെ കാര്യം പിന്നെ ആദിയേട്ടനോട് പറയണ്ടേ ഡാഡി? ആദിയേട്ടൻ്റെയും കൂടി അമ്മ തന്നെയല്ലേ? എന്താ മോള് പറഞ്ഞത്? ഡാഡിയോടൊന്നും പറയാതിരിക്കരുത്. എന്ത് കാര്യമാണ് പറഞ്ഞത്? അത് പിന്നെ ആ കാര്യം തന്നെയാ. എനിക്ക് പേടിയാവുന്നു ഡാഡി. എന്തിനു പേടിക്കുന്നു? അല്ല, ആദിയേട്ടൻ്റെ ക്ലാസ്സിലൊരു കൊച്ചിൻ്റെ അമ്മയ്ക്കും അതേപോലെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു എന്ന്? ആദിയേട്ടൻ പഠിക്കുന്ന ക്ലാസ്സിലെ കൊച്ചിൻ്റെ അമ്മയുടെ കുഞ്ഞും മരിച്ചു പോയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കൊച്ചു കിടന്ന് കരഞ്ഞപ്പോഴേക്കും ഇഷിത ഇത് കേൾക്കുകയും ചെയ്യാണ്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ദൈവമേ, ഈ കുട്ടികൾ ഇത് എന്തെല്ലാമാണ് ഈ പറഞ്ഞ് ഒപ്പിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് മഹേഷിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.